പ്രിയങ്ക വീണ്ടും കളത്തിൽ. രാജ്യ തലസ്ഥാനത്ത് ആദ്യ സമ്മേളനവും പൂർത്തിയാക്കി ബി.ജെ.പി വിജയത്തിന്റെ നെടുവീർപ്പിടുമ്പോഴാണ് പ്രിയങ്ക വിടാതെ പിടികൂടുന്നത്. മോദിയുടെ സന്ദർശനത്തിൽ ഒരുപാട് പ്രതീക്ഷയർപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ടവർ ഒരു കത്തെഴുതുന്നുണ്ട്. 19 MP-മാർ കൂടെ നിന്നുകൊണ്ട് ആ കത്ത് മോദിയുടെ മേശപ്പുറത്താണിന്ന്. പ്രിയങ്ക പാർലമെന്റിലേക്ക് കാലെടുത്ത് വെച്ചതിന് പിന്നാലെ അമിത്ഷായ്ക്ക് മുന്നിൽ കസേര വലിച്ചിട്ടിരുന്ന വലിയ പ്രതിഷേധ സമരങ്ങൾ നമ്മൾ ഇവിടെ കണ്ടതാണ്. അതിന് പിന്നാലെയാണ് വയനാട് ദുരന്തം അതിതീവ്ര ദുരന്തമായി ഇതേ അമിത്ഷായ്ക്ക് പ്രഖ്യാപിക്കേണ്ടി വന്നത്. എന്നാൽ ആ വഴിക്ക് കേന്ദ്ര സഹായത്തിന്റെ ഒരു തരിമ്പ് പോലും വയനാടിന് കിട്ടിയിട്ടില്ല. അസമടക്കമുള്ള സംസ്ഥാനങ്ങൾ ഇതിലും കുറവ് ദുരന്തം നേരിടുമ്പോഴും വയനാടിനെ മാത്രം കാണാതെ പോകുമ്പോൾ ഒടുക്കം ഒരു വായ്പ മാത്രമാണ് കേരളത്തിന് നൽകുന്നത്. അവിടെ മറ്റാരെക്കാളും പ്രിയങ്കയ്ക്ക് കളത്തിൽ ഇറങ്ങിയേ മതിയാവൂ. നിലവിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന വായ്പ ദുരിതാശ്വാസമായി മാറ്റണമെന്നും സമയപരിധി നീട്ടണമെന്നും കത്തിൽ ആവശ്യപ്പെടുന്നുണ്ട്. 298 പേർ മരിക്കുകയും എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും തകരുകയും ചെയ്ത ദുരന്ത ഭൂമിയിൽ പ്രധാനമന്ത്രിയുടെ സന്ദർശനം വലിയ പ്രതീക്ഷയോടെയാണ് കണ്ടത്. ഈ ദുരന്തത്തെ അതിജീവിക്കാൻ അസാമാന്യ ധൈര്യം വയനാട്ടിലെ ജനങ്ങൾ പ്രകടിപ്പിക്കുന്നുണ്ട് എങ്കിലും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ധനസഹായമില്ലാതെ അവർക്ക് ഉയർത്തെഴുന്നേൽക്കൽ സാധ്യമല്ല. അത്രമാത്രം അവർ ഇല്ലാതായിട്ടുണ്ട്. ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും സാമ്പത്തിക സ്ഥിതി കൊണ്ടും. പുനരധിവാസം വേദനിപ്പിക്കുന്ന നിലയിലുള്ള മന്ദഗതിയിലാണ് ഇന്ന് നീങ്ങുന്നത്. ദുരന്തം കഴിഞ്ഞിട്ട് ഇത്രയും നാൾ പിന്നിട്ടിട്ടും അവിടേക്ക് വെളിച്ചം എത്തിയിട്ടേയില്ല. അത്രമാത്രം കേന്ദ്ര സർക്കാർ ഇന്നും അവരെ തഴയുകയാണ്. അപ്പോൾ പ്രിയങ്ക പിന്നെയും വടിയെടുക്കും. കേരളത്തിൽ നിന്നുള്ള MP-മാരുടെ നിരന്തര സമ്മർദ്ദത്തിന്റെ ഫലമായിട്ടാണ് അതിതീവ്ര ദുരന്തം എന്ന ഗണത്തിൽ ചൂരൽമല ഉരുൾപൊട്ടൽപ്പെടുത്തിയത്. പക്ഷേ പരിമിതമായ സഹായം കടുത്ത മാനദണ്ഡങ്ങളോടെ പ്രഖ്യാപിച്ചത് നിരാശയുണ്ടാക്കുന്നു. ഈ ദുർവിധിയിൽ വയനാട്ടിലെ ജനങ്ങൾ കൂടുതൽ സഹായം അർഹിക്കുന്നുണ്ട് എന്നും അതിനെ സഹാനുഭൂതിയോടെ കാണണമെന്നും പ്രിയങ്ക പറഞ്ഞു. കൃഷി, വ്യാപാരം, ടൂറിസം പ്രവർത്തനങ്ങളുമായി ഉപജീവനം നടത്തിയിരുന്നവരും ജീപ്പ് ഓട്ടോറിക്ഷ ഡ്രൈവർമാരും ചെറുകിട വ്യാപാരികളും ഹോം സ്റ്റേ നടത്തിയവരുമെല്ലാം വരുമാനം നഷ്ടപ്പെട്ട അവസ്ഥയിലാണ്. രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ കഴിയാതെ വലയുകയാണ് ദുരന്തബാധിതർ എന്നും ഇതേ കത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അടുത്ത വർഷം തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ കോൺഗ്രസ് പാർട്ടി ശക്തമായ രീതിയിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഇവിടെ വലിയ അഴിച്ചുപണികളിലേക്ക് വരെ ഈ പാർട്ടി കടക്കുമ്പോൾ എല്ലാത്തിനും ചുക്കാൻ പിടിക്കാൻ പ്രിയങ്കയും ഒപ്പത്തിനൊപ്പമുണ്ട്. അവിടെയാണ് വയനാട് ഒരു ചോദ്യചിഹ്നമായി നിൽക്കരുത്, അത് പ്രിയങ്കയ്ക്ക് നിർബന്ധമുള്ള കാര്യവുമാണ്.